എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കണോട് ഞങ്ങൾ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകുന്ന ഒരു ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അമ്പലത്തിലേക്ക്. രാവിലെ തന്നെ ഒന്നല്ല കേട്ടോ, രാവിലെ പിള്ളേരെ പറഞ്ഞയച്ചു, സ്കൂളിൽ പറഞ്ഞയച്ച് വീട്ടിലത്തെ പണിയൊക്കെ ചെറുതായിട്ട് ഒതുക്കി കുളിച്ച് വന്നപ്പോൾ സമയം 9 മണി 9:30 കഴിഞ്ഞു. അപ്പോൾ പിന്നെ നടന്ന് പോകണ്ടല്ലോ, നടന്ന് പോയാൽ നട അടയ്ക്കല്ലോ എന്ന് വെച്ചപ്പോൾ അത്തനോട് ചോദിച്ചപ്പോൾ അത്താൻ പറഞ്ഞ അത്താൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഓട്ടയിൽ തന്നെ പോയത്. അങ്ങനെ ഞാനും അമ്മയും ചേച്ചിയും ജാനും കുട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. അത്താൻ വന്നില്ല, അത്തൻ അമ്പലത്തിൽ കയറിയില്ല, ഞങ്ങൾ മാത്രം പോയുള്ളൂ. അപ്പോൾ ചേച്ചി എൻ്റെ അടുക്ക് തേങ്ങ വാങ്ങാൻ പോയിട്ടോ. ചേച്ചിക്ക് ഒറ്റപ്പാലത്ത് വെച്ചുള്ള ശീലം തന്നെ എല്ലാ തിങ്കളാഴ്ചയും പോയിട്ട് ഗണപതിക്ക് ഒരു തേങ്ങ ഉടയ്ക്കൽ. അപ്പോൾ ചേച്ചി ഇവിടെ അലുവ വന്നപ്പോൾ ഞാനും അമ്മയും കൂടി. അങ്ങനെ ഞങ്ങളും ഇപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ചേച്ചിട്ട് അമ്പലത്തിൽ പോകാറുണ്ട്. അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിനോട് മനസ്സ് തുറന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം മനസ്സിലൊരു പ്രത്യേക കുളിർമയാണ് ആ ദിവസം മൊത്തം. ഒരു എനർജി ആയിരിക്കും, അല്ല ഒരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ ഞങ്ങൾ പേടിച്ചാണ് പോയി, നട അടയ്ക്കുമെന്ന് പേടിച്ചാൽ പോയത്. പക്ഷേ അന്നൊരു ആയിൽ പൂജ ഉള്ളതുകൊണ്ട് ആയിലായിരുന്നു. അവിടെ ആയിൽ പൂജ ഉള്ളതുകൊണ്ട് അമ്പലം വൈകിയാണ് നട അടിച്ചത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ സ്വസ്ഥമായിട്ട് ദൈവത്തിനോട് പറയാൻ പറ്റി. അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തൊയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.